ഇതിനോടനുബന്ധിച്ചിട്ട് ഞാൻ വേറൊരു ചോദ്യം കൂടി ചോദിക്കാം. ഇപ്പോൾ എഡിസൺ, അതുപോലെ ഗാന്ധി, അതുപോലെ ബരാക് ഒബാമ, അവരുടെയൊക്കെ ഒരു ഉദാഹരണങ്ങൾ പറഞ്ഞല്ലോ. അവരുടെ ലൈഫ് പർപ്പസ് അവർ നേരത്തെ കണ്ടെത്തിയിരുന്നു. ഇത് കണ്ടെത്താനുള്ള വഴി എന്താണ്? ഇത് വളരെ രസകരമായിട്ടുള്ള ഒരു ചോദ്യമാണ്. അത് ശരിക്കും എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചത് ഇതാണ് ഏറ്റവും ആദ്യം നാം കണ്ടെത്തേണ്ടതെന്നുള്ളതാണ്. പലപ്പോഴും പല കുട്ടികളെയും ഞാൻ കാണാറുണ്ട്. അവർ കുറേ സമയം കഴിയുമ്പോൾ പറയും, എനിക്കിതൊന്നും അല്ലായിരുന്നു, അല്ലെങ്കിൽ ഈ മേഖലയല്ലായിരുന്നു എനിക്ക് ഫ്ലറിഷ് ചെയ്യേണ്ടത്. എൻ്റെ പേരൻസ് അവർ ഗവൺമെൻറ് ഉദ്യോഗസ്ഥരായതുകൊണ്ട് എന്നെ ഗവൺമെൻറ് ഉദ്യോഗസ്ഥരാകാൻ പറഞ്ഞു, അല്ലെങ്കിൽ എൻജിനീയേഴ്സ് ആയിരുന്നുകൊണ്ട് എൻജിനീയേഴ്സ് ആകാൻ പറഞ്ഞു, അല്ലെങ്കിൽ അവർക്ക് ഞാൻ ഡോക്ടറെ കാണണമെന്നായിരുന്നു ആഗ്രഹം, ഞാൻ ഡോക്ടറാകാനായിട്ട് പറഞ്ഞു. അപ്പോൾ ഇതിനകത്ത് ഒരു 3-4 കാര്യങ്ങൾ ഞാൻ പലപ്പോഴും എൻ്റെ ക്ലാസ്സുകളിൽ ഞാൻ പറയാറുള്ള കാര്യം. കുറച്ച് കാര്യം നാം ചിന്തിച്ച് നോക്കുക. എൻ്റെ പർപ്പസ് കണ്ടെത്താനായിട്ട് വാട്ട് ഐ ആം ഗുഡ് അറ്റ്, എനിക്ക് ഏറ്റവും നല്ലതായിട്ടുള്ള കഴിവ് ഏതാണ്, എന്ത് കാര്യത്തിന് ഏറ്റവും ഞാൻ ഗുഡായിട്ടുള്ളത്. പബ്ലിക് സ്പീക്കിങ്ങിലാണോ, റൈറ്റിങ്ങിലാണോ, ഡോക്യുമെൻറ്റേഷനിലാണോ, പ്രോഗ്രാമിങ്ങിലാണോ, കോഡിങ്ങിലാണോ, എന്ത് കാര്യമാണ് ഏറ്റവും നന്നായി ചെയ്യാൻ സാധിക്കുന്നതെന്ന് കണ്ടെത്തുക. ഇതൊരു ഡയഗ്രാം എല്ലാം ഉണ്ട്. ഇത് ഡയഗ്രാം വരച്ച് നമ്മൾ വർക്ക്ഷോപ്പ് ചെയ്യാറുള്ളത്. ഏറ്റവും ഗുഡായിട്ടുള്ളത് ഏതാണ്? രണ്ടാമത്തെ കാര്യം, വാട്ട് ഐ ആം പാഷനേറ്റ് അറ്റ്. ചിലപ്പോൾ ഞാൻ എഴുതാൻ നല്ല ആളായിരിക്കും. അപ്പോൾ ഞാൻ നന്നായിട്ട് എഴുതുന്ന ആളാണ്, അതുകൊണ്ട് എനിക്ക് ഓഫീസിൽ എഴുതാനുള്ള ടാസ്കുകളൊക്കെ തരും. പക്ഷെ എനിക്ക് അത്രമാത്രം പാഷനില്ല അതിനകത്ത്. എനിക്ക് കുറച്ചുകൂടി പാഷനത് സംസാരിക്കാനും ട്രെയിനിങ് ചെയ്യാനുമാണ്. പക്ഷെ ഞാൻ നന്നായി എഴുതുന്നതുകൊണ്ട് എനിക്ക് ഡോക്യുമെൻറ്റേഷൻ റിപ്പോർട്ട് പോലെ നന്നായി എഴുതുന്നു വിചാരിച്ച ആളെന്നെ ഏൽപ്പിക്കും. ഐ ആം നോട്ട് പാഷനേറ്റ് ഇൻ ദാറ്റ്. അപ്പോൾ ഞാൻ നന്നായി ചെയ്യുന്ന കാര്യമാണോ ഒന്ന്, 2 ഞാൻ അതിനകത്ത് പാഷനേറ്റ് ആണോ എന്ന് വെച്ചാൽ പലരും എനിക്ക് ആ ജോലി ചെയ്യുകയാണെങ്കിൽ റിട്ടയർ ചെയ്യാൻ പോലും താല്പര്യമില്ല. ജീവിതം മരിക്കുന്നത് ഞാൻ പബ്ലിക് സ്പീക്കറോ അല്ലെങ്കിൽ എഴുത്തുകാരനോ പ്രോഗ്രാം കോഡറോ ട്രെയിനറോ ആയിട്ട് അക്കൗണ്ടൻറ്റോ ചെയ്യും. ഒന്ന്, ഞാൻ ഇതിനകത്ത് സ്കിൽഡ് ആണോ അല്ലെങ്കിൽ ഗുഡാണോ. 2, എനിക്ക് എത്രമാത്രം പാഷൻ ഈ കാര്യത്തിനുണ്ട്. മൂന്നാമത്തെ കാര്യം ചിന്തിക്കേണ്ടത്, വാട്ട് ഐ ആം പെയ്ഡ് ഫോർ. ഈ പറയുന്ന പാഷൻ കൊണ്ട്, സ്കില്ല് കൊണ്ട് എനിക്ക് ഫ്യൂച്ചറിൽ അല്ലെങ്കിൽ ഇന്ന് പണം കിട്ടാൻ സാധ്യതയുണ്ട്. ഇപ്പോൾ നിങ്ങളൊരു എഴുത്ത്, അല്ലെങ്കിൽ വായന, അല്ലെങ്കിൽ പബ്ലിക് സ്പീക്കിംഗ്, ട്രെയിനിങ്, കോഡിങ്, ആർക്കിടെക്റ്റ്, ഈ സംഭവം നിങ്ങൾക്ക് പണം കിട്ടാൻ സാധ്യതയുണ്ടോ? ആ കഴിവ് ഉപയോഗിച്ചാൽ നിങ്ങൾക്ക് പണമായി മാറാൻ സാധ്യതയുണ്ടോ? നാലാമത്തെ കാര്യം ചിന്തിക്കേണ്ടത്, വാട്ട് ദ വേൾഡ് നീഡ്സ്. ഈ പറയുന്ന കഴിവ് ലോകത്തിന് ആവശ്യമുണ്ടോ? ഇപ്പോൾ നിങ്ങൾ പബ്ലിക് സ്പീക്കറാണ്, നിങ്ങളുടെ പബ്ലിക് സ്പീക്കിംഗ് കൊണ്ട് ലോകത്തിന് ആവശ്യമുണ്ടോ? ഒരു ട്രെയിനറാണ്, നിങ്ങളുടെ കഴിവ് കൊണ്ട് ലോകത്തിന് ആവശ്യമുണ്ടോ? നിങ്ങൾ നല്ലൊരു ആർക്കിടെക്റ്റാണ്, നിങ്ങളുടെ കഴിവ് കൊണ്ട് ലോകത്തിന് ആവശ്യമുണ്ടോ? അപ്പോൾ ഈ 4 കാര്യങ്ങൾ കൂടി കമ്പയർ ചെയ്യുന്ന കാര്യം മാത്രമേ നിങ്ങൾ ഒരു ലൈഫിൻ്റെ മിഷനായി തിരഞ്ഞെടുക്കാവൂ. ഈ 4 കാര്യങ്ങളും കമ്പൈൻഡ് ആയിട്ട് ഉള്ളൊരു സംഭവത്തിന് തിരഞ്ഞെടുക്കുകയാണെങ്കിൽ തീർച്ചയായും നിങ്ങളുടെ ജീവിതം തന്നെ ഫുൾഫില്ലിംഗ് ആയി മാറ്റുവാൻ സാധിക്കും. ഒരു ജീവിതം മുഴുവൻ സന്തോഷത്തോടെ ജീവിക്കാൻ സാധിക്കും. വർക്ക് ഈസ് ലൈഫ്, ലൈഫ് ഈസ് വർക്ക്. ശരിയല്ലേ? തീർച്ചയായിട്ടും. ജോലി ജീവിതമാണ്, ജീവിതം ഒരു ജോലിയാണ്. അതായത് ജോലിയെയും ജീവിതത്തെയും സെപ്പറേറ്റായി കാണേണ്ട ആവശ്യമില്ല. ജോലി ചെയ്യുന്നത് എൻ്റെ ജീവിതത്തിൻ്റെ ഒരു ഭാഗമാണെന്നും ജീവിതം എന്ന് പറയുന്നത് തന്നെ ഒരു ജോലിയാണെന്നുള്ള ചിന്താഗതി അവിടെയുണ്ട്. അപ്പോൾ ഒരിക്കലും നാം ബോറായിട്ട് ലൈഫ് തോന്നില്ല. എൻ്റെ പാഷനാണത്. അങ്ങനെ ഒരു അവസ്ഥയിലേക്ക് എത്താനായിട്ട് ഈ 4 കാര്യങ്ങളുടെ ഇൻ്റർസെക്ഷൻ അല്ലെങ്കിൽ ഇൻ്റർജങ്ഷൻ നാം കണ്ടെത്തുകയും അതൊരു സീരിയസ് ആയിട്ടുള്ള ആക്ടിവിറ്റിയിലൂടെ അതിനെ കണ്ടെത്തി നാം ഡെവലപ്പ് ചെയ്യുന്നു. ഞാൻ പലപ്പോഴും ഈ സെഷൻസ് എടുക്കാനുള്ള സമയത്ത് പല കുട്ടികളും അല്ലെങ്കിൽ പല ആളുകളും പല കാര്യങ്ങൾ പറയാറുണ്ട്. ഇന്ന കാര്യങ്ങൾ എനിക്ക് ഇഷ്ടമാണ്, ഇന്ന കാര്യങ്ങൾ എനിക്ക് പാഷനുണ്ട്, ഇന്ന കാര്യം ഞാൻ ഗുഡാണ്. അപ്പോൾ അടുത്ത ചോദ്യമാണ്, ഇത് ലോകത്തിന് ആവശ്യമുണ്ടോ? അതെ. ഇത് ചെയ്താൽ എനിക്ക് നാളെ പണം കിട്ടാൻ സാധ്യതയുണ്ടോ? കാരണം ഇത് പറയാൻ കാരണം ഒരു പാഷൻ കാര്യമായിട്ടുണ്ട്, നല്ല പാഷനാണ്. അതുകൊണ്ട് എനിക്ക് വരുമാനം കിട്ടില്ല, എന്ത് ചെയ്യും? അതുകൊണ്ട് ജീവിത സന്തോഷത്തോടെ ഉണ്ടാകാൻ പറ്റില്ല. അപ്പോൾ ഞാൻ പറഞ്ഞത്, നമുക്കപ്പോൾ ജീവിതകാലം മൊത്തം സന്തോഷത്തോടെയും സമാധാനത്തോടെയും സുഖത്തോടെയും ഒക്കെ ജീവിക്കണമെങ്കിൽ ഈ ഇൻ്റർസെക്ഷൻ്റെ കണ്ടെത്തൽ ആവശ്യമാണ്. ഇതാണ് ഞാൻ പറഞ്ഞത്, ബെസ്റ്റ് അവെയർനെസ് ഈസ് സെൽഫ് അവെയർനെസ്. ഞാൻ ബൈബിളിൽ ഒരു കഥ വായിക്കാറുണ്ട്. കഥയിൽ ഉപമ യേശുക്രിസ്തു പറഞ്ഞ കാര്യമാണ്. ഒരു മനുഷ്യൻ വയലിൽ ജോലി ചെയ്തുകൊണ്ടിരുന്നപ്പോൾ വലിയ നിധി കണ്ടെത്തി. അദ്ദേഹം മടങ്ങിപ്പോയി തൻ്റെ എല്ലാ സ്വത്തുക്കളും വിറ്റ ശേഷം അദ്ദേഹം ആ വയൽ സ്വന്തമാക്കി. അപ്പോൾ നമ്മൾ വിചാരിക്കും അതിനകത്ത് പലരും ഉപദേശിമാരും അച്ഛന്മാരും പ്രസംഗിക്കുന്നത് സ്വർഗത്തെ കണ്ടെത്തി, യേശുക്രിസ്തുവിനെ കണ്ടെത്തി എന്നുള്ളതാണ്. പക്ഷെ അങ്ങനെയല്ല അത്.
അദ്ദേഹം തന്നെ തന്നെ കണ്ടെത്തുകയായിരുന്നു. അത് കണ്ടെത്താത്തത്തോളം കാലം നമുക്ക് ഒരിക്കലും മുന്നോട്ട് പോകാൻ സാധിക്കില്ല. എൻ്റെ കഴിവെന്താണ്, എൻ്റെ പർപ്പസ് എന്താണ്, എൻ്റെ മിഷൻ എന്താണെന്നൊരു വ്യക്തി തിരിച്ചറിയുന്ന സ്ഥലത്താണ് യഥാർത്ഥത്തിലുള്ള ആ ട്രഷർ ഒളിഞ്ഞിരിക്കുന്നത്. ഓക്കെ ഓക്കെ. ഏത് മനുഷ്യനും ഈ ഭൂമിയിൽ ജനിക്കുകയും ജീവിക്കുകയും ചെയ്യുമ്പോൾ മനസ്സിലാക്കേണ്ടത് മറ്റുള്ളവർക്ക് ഇല്ലാത്ത എന്തോ അമാനുഷികമായിട്ടുള്ള അപാരമായിട്ടുള്ള ഒരു സംഭവം നമ്മുടെ ലൈഫിൽ ഒളിപ്പിച്ച് വെച്ചിട്ടുണ്ട്. ഒരു ചിപ്പായോ ഒരു മെമ്മറിയായോ മറ്റാർക്കുമില്ലാത്ത ഒരു വലിയ കഴിവ്. സോ നോ വൺ ഈസ് കമ്പയർഡ് വിത്ത് അതേഴ്സ്. എല്ലാവരും യുണീക്കാണ്. അതുകൊണ്ടാണ് നമ്മൾ കൈശാസ്ത്രമെല്ലാം ഹസ്തശാസ്ത്രമെല്ലാം പറയുന്നത്. ഇപ്പോൾ നമ്മളൊരു ഇല എടുത്തു കഴിഞ്ഞാൽ ഒരു ഇലയുടെ സ്കെലറ്റ് അല്ലെങ്കിൽ വരയുണ്ടല്ലോ, ഒരു ഇലയുടെയും വരകൾ തമ്മിൽ ഒരുപോലെയല്ല. സോ അതൊരു ക്രിയേഷനാണ്. അത് ദൈവം ഉണ്ടാക്കിയതാണോ സ്വന്തം ഉണ്ടായതാണോ എന്ന് അറിയത്തില്ല. എവരി വൺ ഈസ് യുണീക്ക്. അപ്പോൾ നമ്മുടെ ഒരു മനുഷ്യൻ്റെ ജീവിതകാലം മൊത്തം ആ ഒരു സെൽഫ് ഇവാലുവേഷൻ, സെൽഫ് അവെയർനെസ്സിലേക്ക്, എൻ്റെ പൊട്ടൻഷ്യൽ എന്താണെന്ന കണ്ടെത്തലിലേക്കാണ് നാം പോകേണ്ടത്. ഭാഗ്യവശാൽ പോലെ വെസ്റ്റേൺ തോട്ട്സും സെൽഫ് അവെയർനെസ്സിനെ കുറിച്ചും സെൽഫ് ജ്ഞാനത്തെക്കുറിച്ചും പറയുന്ന ധാരാളം ചിന്തകന്മാരുണ്ട്. പക്ഷേ നമ്മളിപ്പോൾ ശ്രീ ശങ്കരാചാര്യൻ ഉൾപ്പെടെ എല്ലാം പറഞ്ഞ അദ്വൈതം എന്ന് പറയുന്ന ആശയമൊക്കെ എത്രമാത്രം ആളുകൾക്ക് അതിനെക്കുറിച്ച് മനസ്സിലാക്കാൻ സാധിക്കുന്നില്ല. അതൊക്കെ യഥാർത്ഥത്തിൽ സെൽഫ് അവെയർനെസ്സിനെ കുറിച്ചാണ് അദ്ദേഹം അതിനെക്കുറിച്ച് പറയുന്നത്. തന്നെ കണ്ടെത്തുക. ഇപ്പോൾ ഗൗതമ ബുദ്ധനൊക്കെ ഇറങ്ങി പുറപ്പെട്ടതിന് കാരണം, എൻലൈറ്റ്മെൻറ്റ് ഉണ്ടാകാനുള്ള കാരണമെല്ലാം തൻ്റെ പർപ്പസിനെ താൻ തന്നെ കണ്ടെത്തുകയാണ്. അപ്പോൾ അത് കണ്ടെത്തുമ്പോഴാണ് പിന്നീട് ജീവിതത്തിൽ വിജയം ആരംഭിക്കുന്നത്. ഞാൻ പറഞ്ഞു, രണ്ടാമത്തെ പ്രധാനപ്പെട്ട ദിവസം എന്ന് പറയുന്നത് നാം എന്തിനാണ് ജനിച്ചതെന്ന് തിരിച്ചറിയേണ്ട ദിവസം. അതൊരു രണ്ടാം ജന്മം തന്നെയാണ്. തീർച്ചയായിട്ടും ആ ഒരു കണ്ടെത്തലാണ് മനുഷ്യൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ കണ്ടെത്തലായി നാം മനസ്സിലാക്കേണ്ടത്.